ഹായ് ഫ്രണ്ട്സ്, ഫുഡ്സ് ഓഫ് ഇടുക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പനീർ ഫ്രൈ റെസിപ്പി ആയിട്ടാണ്. പനീർ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഡിഷാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കുട്ടീസിനൊക്കെ വേണ്ടിയിട്ട് ഒരു പനീർ ഫ്രൈ ആണ്. പനീർ ഫ്രൈ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. മക്കൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇതൊരു 400 ഗ്രാം പനീറുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കോട്ടേജ് ചീസ് എന്നൊക്കെ അറിയപ്പെടുന്നത് പനീറിനെ തന്നെയാണ്. നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ചില്ലി പൗഡർ കൂട്ടിയും കുറച്ചും എരിവനുസരിച്ചൊക്കെ എടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പും മഞ്ഞൾ പൊടിയും കാശ്മീരി ചില്ലിയും കൂടി മിക്സ് ചെയ്യാം. ഒത്തിരി ബലം കൊടുത്ത് മിക്സ് ചെയ്യരുത്, അപ്പോൾ ഇത് ഒടിഞ്ഞു പോവും. ഇനി നമുക്ക് ഈ കോട്ടിംഗ് ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ്, വെളിച്ചെണ്ണയല്ല. 1/2 ടേബിൾ സ്പൂണോളം മതി. ഇത് പതുക്കെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ഇതിലൊന്ന് കോട്ടായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളല്ലേ. ഇതിപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് മുങ്ങിക്കിടക്കാനുള്ള ഓയിലൊന്നും വേണ്ട. നമ്മളിത് ഷാലോ ഫ്രൈ, അതായത് ഡീപ്പ് ഫ്രൈ, ഷാലോ ഫ്രൈ, 2 രീതിക്കാണ് നമ്മൾ ഐറ്റംസൊക്കെ ഫ്രൈ ചെയ്യുന്നത്. മുങ്ങിക്കിടന്ന് ഫ്രൈ, എണ്ണയിൽ മുങ്ങിക്കിടന്ന് ഫ്രൈ ചെയ്യുന്നതിനാണ് ഡീപ്പ് ഫ്രൈ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെയ്തെടുക്കുന്നതിന് ഷാലോ ഫ്രൈ എന്ന് പറയും. നമ്മളിപ്പോൾ ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. നമുക്കിത് പതുക്കെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. എന്നാൽ ഈ മസാല ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. പനീറിന് അങ്ങനെ വലിയ വേഗമൊന്നുമില്ല. ഒരു സൈഡും ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഒരു സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. സോഫ്റ്റായിട്ട് മറിച്ചിട്ടൊന്നും കട്ടായി പോകാം. തീ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇത്രയൊക്കെ മൊരിഞ്ഞാൽ മതി. ഇത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. പനീർ ഇഷ്ടപ്പെടുന്ന എല്ലാ കുട്ടികൾക്കും ഇത് ഉണ്ടാക്കി കൊടുക്കണം. വളരെ സിമ്പിളാണ്. സിമ്പിളായതുകൊണ്ട് ടേസ്റ്റ് ഇല്ലാതെ വിചാരിക്കരുത്, നല്ല ടേസ്റ്റും ഉണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഒരു കിടുക്കൻ റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം. അതുവരെ ബൈ.